വേഗം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഹോശയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഹോശയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. വരുവിൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ച് കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കേട്ടു. ഹോശയ പ്രവചനം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ വിഷയം പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നത് ഹോശയിൽ നിന്നാണ്. ഹോശയ പ്രവചനം 14 അധ്യായം ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് യുവജനങ്ങളുടെ ക്ലാസ്സുകളിൽ സംസാരിക്കാനുള്ള ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് എഫ്രൈമിനെ ഫോക്കസ് ചെയ്താണ് നമുക്ക് യുവജനങ്ങളെ പ്രതികരിച്ച് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇതിനകത്ത് കൂടുതലും എഫ്രൈമുമായി ബന്ധപ്പെട്ടുള്ള ദൂതാണ്. എഫ്രൈം എന്ന് പറയുമ്പോൾ അതൊരു ഗോത്രത്തെ അല്ല ഇവിടെ പ്രദാനം ചെയ്യുന്നത്. വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പ്രദാനം ചെയ്ത് എഫ്രൈം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം എഫ്രൈമിന്റെ 9 കൂട്ടത്തോളമുള്ള പാപങ്ങളെ കുറിച്ചുമൊക്കെ വടക്കേ രാജ്യമായ ഇസ്രായേലിന്റെ അധപതനങ്ങൾ, അവരുടെ പാപങ്ങൾ, ഇതൊക്കെയാണ് പ്രവാചകൻ വിരൽ ചൂണ്ടുന്നത്. സ്തോത്രം. അപ്പോൾ ഹോശയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷ എന്നാകുന്നു. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ പ്രവാചകന്മാരിൽ പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത്രയും വില കൊടുത്ത ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവനവന്റെ ജീവിതമൊന്നും വെച്ച് ആരും കളിക്കാൻ പോകത്തില്ല, എന്തോ പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ. പക്ഷേ ദൈവിക വിഷയത്തിൽ, ദൈവത്തിന്റെ അരുളപ്പാടറിയിക്കുന്ന വിഷയത്തിൽ തന്റെ ജീവിതം നോക്കാതെ വിശാല മനസ്സിന് ഉടമയായിരുന്ന ഒരു പ്രവാചകനാണ് ഹോശയ. ഈ പഴയ നിയമത്തിലെ വില കൊടുത്ത പ്രവാചകന്മാരൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും വില കൊടുത്തവരുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ യെഹെസ്കേൽ ഭയങ്കര വില കൊടുത്ത ആളാണ്. കാരണം യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, നീ ഒരു വശം ചെരിഞ്ഞ് കിടക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു 100-300 ദിവസം ഒരു വശം ചെരിഞ്ഞ് തന്നെ അദ്ദേഹം കിടന്നു. ഒരു രാത്രി നമ്മൾ കിടക്കുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. നമുക്ക് ഒരു വശം ചെരിഞ്ഞ് കിടക്കാൻ പറ്റും. പക്ഷെ ഒരു ദൂത് പറയാൻ വേണ്ടി, ഒരു അരുളപ്പാട് പറയാൻ വേണ്ടി ദൈവം പറഞ്ഞു, നീ ഒരു വശം ചെരിഞ്ഞ് കിടക്കുക. പ്രവാചകൻ കിടന്നു. അദ്ദേഹത്തിന്റെ കണ്ണിന് ആനന്ദമായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ദൈവം മാറ്റിക്കളഞ്ഞു. ഒത്തിരി വില കൊടുത്ത മനുഷ്യനാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം വില കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിച്ചിരി കടന്ന കൈയായിപ്പോയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എപ്പോഴും ഈ ഹോശയ്യയുടെ വിഷയത്തിൽ. കാരണം വടക്കേ രാജ്യമായ ഇസ്രായേലിനോട്, ഇസ്രായേലിന്റെ വഷളത്തരത്തിനെതിരെ, അധമമായ പാപത്തിനെതിരെ വിരൽ ചൂണ്ടാൻ ദൈവം ഡയറക്റ്റ് ഒരു ദൂതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ദൈവം അത് പറയുന്നതിന് പകരം ദൈവം ഒരു വിഷയത്തിലൂടെ ആ ദൂത് തെളിയിക്കാൻ ഉദ്ദേശിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവം ചിലപ്പോൾ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ആ സംഭവങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ലൈഫിൽ ചില സംഭവങ്ങൾ ഉണ്ടായപ്പം എൻ്റെ വീട്ടിൽ കുടുംബത്തിലുള്ള പലരും എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി, ഇതിനകത്തൂടെ കർത്താവ് എന്തോ ഒരു സന്ദേശം എനിക്ക് കൈമാറുന്നുണ്ട്. സ്തോത്രം. അത് മനസ്സിലാക്കാനുള്ള ദൈവിക പരിജ്ഞാനമാണ് നാം പ്രാപിക്കേണ്ടത്. സ്തോത്രം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗം, നിങ്ങൾ ചിലപ്പം കട്ടിലേലായിരിക്കാം 10 ദിവസം കിടക്കുന്നത്, അതിനകത്തൂടെ ദൈവത്തിന് എന്തോ നിങ്ങളോട് പറയാനുണ്ട്.
നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഫൈനാൻഷ്യസ് ക്രൈസിസ് ആകാം, ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആകാം. ഇതിനകത്തൂടൊക്കെ ദൈവം അനുവദിക്കാതെ ഇതൊന്നും വരുന്നില്ല എങ്കിൽ ഇതിനകത്തൂടൊക്കെ ദൈവം നമ്മോട് എന്തൊക്കെയോ ഇടപെടുന്നുണ്ട്. സ്തോത്രം. അതുപോലെയാണ് ഇവിടെ ഹോശയോട് ദൈവം പറഞ്ഞു. സ്തോത്രം. എല്ലാ ആളുകളുടെയും സ്വപ്നമാണ് അവരവരുടെ വിവാഹം. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് സ്വപ്നമൊക്കെ പോയത്. വിവാഹത്തിന് മുമ്പ് ആളുകൾക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹം പലരുടെയും സ്വപ്നമാണ്. പക്ഷെ ആ വിവാഹം എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു പുരുഷനെ സംബന്ധിച്ചോ ഒരു സ്ത്രീയെ സംബന്ധിച്ചോ ഏറ്റവും പരിപാവനമായ ഒരു പുരുഷനെ വിവാഹം കഴിക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം എന്നുള്ളത് അവരുടെ അംബീഷനാണ്. സ്തോത്രം. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്ന എന്താ വെച്ചാൽ, നാളെ വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ ചെറുക്കനെ കൊണ്ട് പോകുമ്പം നെഞ്ചുയർത്തി അഭിമാനത്തോടെ പോകാൻ കഴിയണമെങ്കിൽ എന്നൊക്കെയുള്ള കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ ദൈവം പ്രവാചകനോട് പറയുകയാണ്, നീ വിവാഹം കഴിക്കണം. പക്ഷെ വിവാഹം കഴിക്കേണ്ടത് പരസംഗം ചെയ്ത് പേര് കേട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഈ പുള്ളിയുടെ അവസ്ഥ എന്താണ്. പരസംഗം ചെയ്ത് ഓരോ ദിവസവും ഓരോ പുരുഷന്മാരുടെ കൂടെ പോയി പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ദൈവം ഹോശയോട് ആവശ്യപ്പെടുകയാണ്. ഈ ഒരു അവതരണത്തോടു കൂടെയാണ് ഈ പുസ്തകം ഹോശയ പ്രവചനം ആരംഭിക്കുന്നത്. സ്തോത്രം. ഇനി അങ്ങനെ പരസംഗം ചെയ്ത് ഒരു സ്ത്രീയെ ഹോശ വിവാഹം കഴിച്ചു. ദൈവം പറഞ്ഞല്ലേ, കേട്ടു. ഞാൻ എപ്പോഴും ചിന്തിച്ചു, ഇവര് രണ്ടുപേരും കൂടെ എങ്ങനെ ആയിരിക്കും ഇറങ്ങി നടന്നേന്നൊക്കെ. കാരണം ഒരു ബസ് സ്റ്റോപ്പിൽ പോയി ഒരു വണ്ടിക്ക് നിൽക്കണമെങ്കിൽ ആളുകൾ എന്തൊക്കെ പറയും, എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവം പറഞ്ഞ ആലോചനയ്ക്ക് വേണ്ടി ഏത് അപമാനവും സഹിക്കാനുള്ള കൃപ ഹോശയ പ്രാപിച്ചെങ്കിൽ ഒന്നും സഹിച്ചിട്ടില്ല. സ്തോത്രം. ഒന്നും ആയിട്ടില്ല. നമുക്ക് കർത്താവിന്റെ കെയർ ഓഫിൽ കിട്ടിയ നന്മയല്ലാതെ കർത്താവിന് വേണ്ടി ശിഷ്യനായിട്ട് ഒന്നും സഹിക്കാനോ നമ്മളൊന്നും വഹിച്ചിട്ടില്ല. സ്തോത്രം. അങ്ങനെ വിവാഹം കഴിച്ച ഈ സ്ത്രീയിലൂടെ 2 മക്കളുണ്ടായി. ഒന്നാമത്തെ തലമുറയ്ക്ക് ഇസ്രായേൽ എന്ന് പേരിട്ടു. അതിന്റെ അർത്ഥം ദൈവം വിതയ്ക്കും എന്നാണ് അർത്ഥം. ദൈവം വിതയ്ക്കും. രണ്ടാമത്തെ തലമുറയ്ക്ക് ലോ രുഖമ എന്ന് പേരിട്ടു. ലോ രുഖമ, അതിന്റെ അർത്ഥം കരുണ ലഭിക്കാത്തവൾ എന്നാണ്. മൂന്നാമത്തെ തലമുറയ്ക്ക് ലോ അമ്മി എന്ന് പേരിട്ടു. ലോ അമ്മി എന്ന് പേരിട്ടു. എന്റെ ജനമല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ പേരുകളൊന്നും ഹോശയ്യയുടെ ഇഷ്ടത്തിൽ നിന്ന് വന്ന പേരുകളല്ല. ദൈവം അദ്ദേഹത്തോട് ഈ പേരുകൾ ഇടണമെന്ന് പറഞ്ഞ് ഇട്ടതാണ്. ആ പേരിനകത്തൂടെ, ആ പേരിന്റെ അർത്ഥങ്ങളിലൂടെ ദൈവം തന്നെ ജനത്തോട് സംസാരിക്കുകയാണ്. സ്തോത്രം. എനിക്ക് ആദ്യത്തേത് എന്താ? ഇസ്രായേൽ, ദൈവം വിതയ്ക്കും. രണ്ടാമത്തേത് എന്താ? ലോ രൂഖമ, കരുണ ലഭിക്കാത്തവൾ. മൂന്നാമത്തേത് എന്താണ്? ലോ അമ്മി, സ്തോത്രം, എന്റെ ജനമല്ല. സ്തോത്രം. നോക്കുക, ഈ പേരുകൾ ദൈവം കൊടുക്കുവാൻ ഹോശയോട് നിർദ്ദേശിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം, ഒരല്പ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തൻ്റെ ഭാര്യ പഴയ പണിക്ക് പോയി. ഏത്? അഭിസാരികയായ പണിക്ക് പോയി. പരസംഗം ചെയ്യാൻ വേണ്ടി പോയി. സ്തോത്രം. പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ആദ്യം വിവാഹം കഴിച്ചത്. ഇപ്പോൾ അതിൽ 3 മക്കളുമായി. പക്ഷെ വീണ്ടും അതേ പണിക്ക് വേണ്ടി പോയി. ആത്മാഭിമാനമുള്ള ആരും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. സ്തോത്രം. പക്ഷേ ദൈവം പറഞ്ഞു, അവളെ ഉപേക്ഷിക്കണ്ട, കളയരുത്, നീ അവളെ, സ്തോത്രം, അവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ തോന്നിയത്, നീ അവളെ വില കൊടുത്തു വാങ്ങണം. നീ അവളെ എന്ത് ചെയ്യണം? വില കൊടുത്ത് വാങ്ങണം. സ്തോത്രം. അങ്ങനെ വില കൊടുത്ത് അവളെ വാങ്ങിക്കാൻ ഹോശയോട് ദൈവം പറഞ്ഞു. അതനുസരിച്ച് ഹോശയ എന്ത് ചെയ്തു? അവളെ വില കൊടുത്തു വാങ്ങിച്ചു. സ്തോത്രം.
വില കൊടുത്തു വാങ്ങിയ അവളോട് ഹോശയ പറഞ്ഞു, തന്റെ കൂടെ അടങ്ങി പാർക്കണം. സ്തോത്രം. എന്തുകൊണ്ടാണ് അടങ്ങി പാർക്കുവാൻ പറഞ്ഞത്? ഇപ്രാവശ്യം നിന്നെ വെറുതെ വാങ്ങിച്ചതല്ല, പിന്നെ വില കൊടുത്തു വാങ്ങിച്ചതാണ്. സ്തോത്രം. ചിലരോടൊക്കെ ഞാൻ ആത്മാവിൽ പറയുന്നു, പൊതുവെ എന്റെ പ്രസംഗങ്ങൾ ഇച്ചിരി കട്ടിയാണെന്ന് ചിലർ പറയുന്നുണ്ട്, എങ്കിൽ പോലും പറയുകയാണ്, അടങ്ങിയൊക്കെ പാർക്ക്. സ്തോത്രം. 2025 ആയില്ലേ? മറ്റുള്ളവരുടെ കാര്യവും അതും ഇതും ഒക്കെ അന്വേഷിച്ച് പോകാതെ, ഞാൻ 2025 ഒരു മീറ്റിംഗിന് പോയി, ആണ്ടവ യോഗത്തിന്. ഞാൻ ആ മീറ്റിംഗിൽ ഇരുന്നൊരു ഡിസിഷൻ എടുത്തു. ഡിസിഷൻ മറ്റൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. ബോധ മനസ്സോടെ അറിവോടുകൂടി ഇനി ആരുടെയും കുറ്റം പറയാൻ എന്നൊരു തീരുമാനം. അപ്പോൾ ഇതുവരെ വലിയ കുഴപ്പമില്ല. എന്റെ ബോധ മനസ്സ് ഞാനത് എഴുതിയിട്ടിരിക്കുക. കാരണം ഒത്തിരി ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു, പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദർ, അത് അവരുടെ വ്യക്തിപരമായ കാര്യം, നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ദൂഷിക്കേണ്ട. പുള്ളി അവിടെ കൊണ്ട് നിർത്തി. വേറൊരാളിനോട് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യരുത്. കർത്താവിന് ഒത്തിരി വാക്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തുടങ്ങുമ്പോഴേ ഞാൻ ഈ വാക്യത്തിൽ ആക്രമിക്കും. അതുകൊണ്ട് പിന്നെ ആരും പോവുകയില്ല. കർത്താവിനോട് പറഞ്ഞൊരു മർമ്മം, നമ്മൾ നമ്മുടെ പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ അനുസരിച്ചൊന്നും നമ്മളെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നില്ല. കർത്താവിനോട് പറഞ്ഞു, സ്വഭാവം നന്നാവാതെ ശുശ്രൂഷ നന്നാവത്തില്ല. അതെല്ലാ പാസ്റ്റർമാരോടും ഉള്ളതുകൂടാ. ഞാൻ നിങ്ങളോടാന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നു, നമ്മുടെ മീറ്റിങ്ങിനാന്ന് എനിക്ക് തോന്നുന്നത്. തെസ്സലോനിക്ക ലേഖനം ആസ്പദമാക്കി ഞാൻ എവിടെ പ്രസംഗിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. അവിടെ പൗലോസ് പറയുന്നുണ്ട് തെസ്സലോനിക്കരോട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നത് നിങ്ങൾക്ക് പ്രയോജനമായി ഫലകരമായി തീർന്നു. ഫലകരമായി തീരാൻ വേണ്ടി എന്തെല്ലാം സ്വഭാവങ്ങളാണ് താൻ അവിടെ പുലർത്തിയതെന്ന് പറയുന്നുണ്ട്. അതിനകത്തും നമുക്ക് കിട്ടുന്ന സന്ദേശം ഇതാണ്: സ്വഭാവം നന്നായാലേ ശുശ്രൂഷ നന്നാ. നിങ്ങൾ എത്ര MDH ഉണ്ടെങ്കിലും, നിങ്ങൾ MDയും ഉണ്ടെങ്കിലും, നിങ്ങൾ ഇനി എന്തെല്ലാം PhD എടുത്താലും, നിങ്ങളുടെ പ്രസംഗം കേട്ട് ആളുകൾ ഉറങ്ങി വീണ് ചാവുന്നില്ല, അതൊരു ഗുണം ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങളുടെ സ്വഭാവം ദൈവം ഉദ്ദേശിക്കുന്ന പ്രസാദകരമായിട്ടുള്ളതാണെങ്കിൽ, നിങ്ങൾ പറയുന്ന വാക്ക് ചെറിയൊരു പദമാണെങ്കിലും അതിനകത്ത് ആത്മപകർച്ച ഉണ്ടാകും. സ്തോത്രം. അപ്പോൾ ഇതൊരു ചലഞ്ചായി ഞാൻ അതിനെ സമീപിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഒരുപക്ഷെ അത് നിമിത്തം എൻ്റെ ബന്ധങ്ങളിൽ കുറവുണ്ടായേക്കാം. സാധാരണ വിളിച്ച് 1 മണിക്കൂർ സംസാരിക്കുന്നവർ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നാം ഒന്ന് അടങ്ങി പാർക്കണം. കാരണം കർത്താവ് നമുക്ക് വില കൊടുത്താണ് അവൻ നമ്മെ വാങ്ങിയത്. സ്തോത്രം. അവൻ വെറുതെ നമ്മളെ വിവാഹം കഴിക്കല്ലായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മളെ വെറുതെ വിവാഹം കഴിക്കുക, എൻഗേജ്മെന്റ് ചെയ്യല്ലായിരുന്നു. പിന്നെ ക്രൂശിൽ വില കൊടുത്താണ് അവൻ നമ്മെ വാങ്ങിയത്. അതുകൊണ്ട് ആ മണവാളന് മണവാട്ടിയോട് പറയാൻ റൈറ്റ് ഉണ്ട്, അടങ്ങി പാർക്കണം. സ്തോത്രം. ഇവിടെ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഹോശേയയുടെ ഭാര്യ യഥാർത്ഥത്തിൽ വേശ്യാസ്ത്രീ ആയിരുന്നോ എന്നോ, തന്റെ മക്കളുടെ പേരിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു പദപ്പേരിലുള്ള അർത്ഥമുണ്ടായിരുന്നോ, പിന്നീട് അവൾ അഭിസാരികയായി അവളുടെ കാലം തീർത്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. കാരണം അങ്ങനെ പറയാൻ കാരണം, ദൈവം ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി ഭാവനാത്മകരമായ പ്രതിരൂപമായിട്ടുള്ള ഒരു സാധ്യത അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു സാഹിത്യ ശൈലിയാണോ എന്ന് എനിക്കറിയില്ല. ആയിരിക്കാം, ചിലപ്പോൾ സംഭവിച്ചതായിരിക്കാം. സ്തോത്രം. എന്താണെങ്കിലും ഒരു പ്രവാചകൻ തന്റെ ജീവിതം കൊടുത്തുകൊണ്ടാണ് ഒരു മടങ്ങി വരവിന്റെ ദൂത് ഒരു രാജ്യത്തോട് പറയുന്നത്. അത്ര സമർപ്പണമുള്ള ഒരു പ്രവാചകൻ. സ്തോത്രം. ഈ ഹോശേയ പ്രവചനത്തിന്റെ ഒരു പ്രത്യേകത, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന വിഷയവും അതാണ്.
ദൈവസ്നേഹത്തെ ഇത്ര അഗാധമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം പഴയ നിയമത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയം. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് കുറച്ച് സമയം ദേവദാസനെ വിളിച്ചൊരു അല്പം സമയത്തിന് മുമ്പാ പറഞ്ഞത്. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് വായിച്ചപ്പം ദൈവത്തിന്റെ മഹാസ്നേഹം ഇത്രയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം പഴയ നിയമത്തിലുണ്ടോ? ഞാൻ അതിശയിച്ചു. ഞാൻ പഠിച്ചില്ല, പുസ്തകം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. സ്തോത്രം. ഇതെനിക്ക് ഒറ്റ വായനയിൽ മനസ്സിലായ ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. സ്തോത്രം. ഇനി നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം. സ്തോത്രം. ഈ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനം മടങ്ങി വന്നാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നന്മയെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അവിടെ തുടങ്ങുന്നത് തന്നെ, വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അർത്ഥം, ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് കുറെ കാലമായി. പക്ഷേ ദൈവം അവരുടെ മുമ്പിലേക്ക് ചില ഡിമാൻഡുകൾ വെക്കുകയാണ്. എന്താണ്? നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങൾക്ക് ചില നന്മകളും അനുഗ്രഹങ്ങളും തരും. ഏത് കാലത്തും മടങ്ങി വരുന്നവന് തരാൻ ദൈവത്തിന്റെ കയ്യിൽ ചില നന്മകളുണ്ട്, ദൈവത്തിന്റെ കയ്യിൽ ചില അനുഗ്രഹങ്ങളുണ്ട്. ഇവിടെ ഇസ്രായേലിന് കൊടുക്കുന്ന നന്മകൾ, ഒന്ന്, ഞാൻ അവർക്ക് സൗഖ്യം കൊടുക്കും, ഞാൻ അവരുടെ മുറിവുകളെ കിട്ടും. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയവന്റെ ചിത്രം എങ്ങനെയാണ്? കടിച്ചു കീറപ്പെട്ടിരിക്കുന്നത് പോലൊരു ചിത്രം. ചിലർ പറയും, അവരൊക്കെ അകന്നു പോയിട്ട് അവർക്കൊന്നും വലിയ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലോ നീയല്ലേ പറയുന്നത്? കടിച്ചു കീറപ്പെട്ടിരിക്കുന്ന ചിത്രമാണ് അവരുടെ. സ്തോത്രം. നോക്കുക, അടികൊണ്ട് പുളയുന്ന ചിത്രമാണ് അവിടെ കാണുന്നത്, അവരുടെ ചിത്രം, ദൈവത്തിൽ നിന്ന് അകന്നു പോയവരുടെ ചിത്രം. എന്നാൽ കടിച്ചു കീറപ്പെട്ട് കിടക്കുന്ന, അടികൊണ്ട് പുളഞ്ഞു കിടക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് ഇനിയും ഒരു ചാൻസ് ഉണ്ട്. നീ അവങ്കലേക്ക് മടങ്ങി വന്നാൽ നിനക്ക് സൗഖ്യവും നിന്റെ മുറിവുകൾ കെട്ടി നിന്നെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു നന്മയും ദൈവാത്മാവ് കൈമാറാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. ഇന്ന് ഈ സന്ദേശം ശാന്തമായി ഞാൻ പറയുമ്പോൾ നല്ല ബോധ്യത്തോടെയാണ് ഞാൻ പറയുന്നത്. ഈ സന്ദേശം നിങ്ങൾക്ക് മാത്രമല്ല, യൂട്യൂബിനകത്തൊക്കെ കേൾക്കുന്നവർക്കൊക്കെ ഇതൊരു പുനഃപരിശോധനയ്ക്ക് കാരണമാകണം. ഞാൻ ഒരു ഈ ഭാഗത്തെക്കുറിച്ച് ഒരു പദം മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നുള്ളൂ. ഒരു പദം. സ്തോത്രം. അത് 1-ാമത്തെ പദമാണ്. വരുവിൻ നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. ലെറ്റ് us return unto the Lord. സ്തോത്രം. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഒരു വഴി കാണും. ഏത് സമയത്തും ഒരു വഴി ഉണ്ടാകും. ഈ ചില രാജ്യങ്ങളിലൊക്കെ ചെന്നാലേ എല്ലായിടത്തും വെച്ച് യൂ ടേൺ എടുക്കാൻ പറ്റുക. ഇപ്പം കൊച്ചി എടപ്പള്ളി പോകുമ്പോഴേ എല്ലായിടത്തും വെച്ച് യൂ ടേൺ എടുക്കാൻ പറ്റുകയില്ല. എടുത്താൽ ഓരോ അറിയും, പോലീസുകാരുടെ പെറ്റി അടിക്കും, ആക്സിഡന്റ് ഉണ്ടാകാൻ പ്രശ്നമാവും. യൂ ടേൺ എപ്പോഴും പറ്റുകയില്ല. പക്ഷേ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ള വിഷയത്തിൽ ഏതു സമയത്തും നിനക്ക് യൂ ടേൺ എടുക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഏതു സമയത്തും മടങ്ങി വരാം. സത്യത്തിൽ സുവിശേഷത്തിൽ പ്രസംഗിക്കേണ്ടതാണെങ്കിലും നിങ്ങളോട് പറയാനുള്ള ഒരു ദൂത് എനിക്ക് തോന്നിയതിന്റെ കാരണം, എന്തോ ഒരു കാര്യമുണ്ട്, ഇല്ലെങ്കിൽ കർത്താവ് അങ്ങനെ സംസാരിക്കത്തില്ല. നോക്കുക, ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ ദൈവാത്മ പറയുന്നത്, നിന്റെ മുന്നിൽ എപ്പോഴും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ വഴിയുണ്ട്. സ്ഥലവും കാലവും ഒന്നും നോക്കിയിട്ടുള്ള യൂ ടേൺ അല്ല. ഇവിടെ നിനക്ക് എപ്പോ വേണമെങ്കിലും യൂ ടേൺ വരാം. അതാണ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ളവരുടെ പ്രത്യേകത. സ്തോത്രം. നിങ്ങൾ ഓർത്തു വയ്ക്കേ,
നമ്മൾ പെന്തക്കോസുകാര് മുടിയനായ പുത്രൻ എന്ന് വിളിക്കുന്ന അപ്പന്റെ ഇളയ മകൻ, അവനുണ്ടായിരുന്ന ഷെയറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പുള്ളി ദൂരത്ത് പോയി കൂട്ടുകാരും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ചു. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ എൻജോയ് ചെയ്ത് ജീവിച്ചു. സ്വത്തും എല്ലാം തീർന്നു. ഇപ്പം പുള്ളി കഴിക്കുന്ന ഭക്ഷണം നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ആയിരുന്നു. ഇപ്പൊ കഴിക്കുന്നത് വാളവരയാ, പന്നി കഴിക്കുന്ന വാളവരയാ. ഞാനിന്നൊക്കെ ഓർത്ത് ചിന്തിച്ച് ദൈവം ആരാ നയിക്കണേ? അണ്ടിപ്പരിപ്പും പിസ്തായും ബദാമും മാത്രം കഴിച്ചുകൊണ്ടിരുന്നവനെ കൊണ്ട് ദൈവം വാളവര കഴിപ്പിച്ചു. നോക്കിയേ, ഈ എൻജോയ്മെന്റ് എപ്പോഴും നല്ലതാണെന്ന് തോന്നരുത്. ഇതിന്റെ അവസാനം വാളവരയിൽ എത്തുള്ളൂ. സ്തോത്രം. നോക്കിയപ്പം അവിടെ ഒരു പദം പറയുന്നുണ്ട്, അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഒരു ദിവസം ഇവന് സുബോധം വന്നു. ആ പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്. സുബോധം വന്നു. സുബോധം വന്നതും ഓൺ ദ സ്പോട്ടിൽ പുള്ളി യു ടേൺ അടിച്ചു. ആ പദമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പുള്ളി കാത്തിരുന്നില്ല, ഓൺ ദ സ്പോട്ട് പുള്ളി യു ടേൺ അടിച്ചു. സുബോധം വന്നു. എന്താ സുബോധം വന്നു പറഞ്ഞത്? എൻ്റെ അപ്പന്റെ വീട്ടിൽ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാൻ അവിടേക്ക് മടങ്ങി ചെല്ലും. കണ്ടോ, സുബോധം വന്നു. സുബോധം വന്നതും ഇടവും വല്ലതും നോക്കിയില്ല. പുള്ളി ഓൺ ദ സ്പോട്ട് 7 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചോ 3 ദിവസം വെച്ചോ സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചോ ദൂത് കേട്ടിട്ടൊന്നുമല്ല. ഓൺ ദ സ്പോട്ടിൽ സുബോധം വന്ന നിമിഷം പുള്ളി യൂട്ടൺ അടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾക്ക് എപ്പോഴും ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണ്ട യൂട്ടൺ അടിക്കാം. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ആ യൂട്ടൺ അടിച്ച് ചെന്നവന് കിട്ടിയ സ്വീകരണം എന്തുവായിരുന്നു? അവന് നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു കിട്ടി. അവന് നഷ്ടപ്പെട്ടു പോയ എല്ലാ നന്മയും മടക്കിയിട്ട്. സത്യത്തിൽ ഇവന് നന്മ കൊടുക്കാൻ പാടില്ല, ഇവൻ ഷെയർ വാങ്ങിച്ചിട്ട് പോയല്ല. പക്ഷേ അതൊന്നും അപ്പൻ പറഞ്ഞില്ല. അവന് നഷ്ടപ്പെട്ട നന്മയും തിരിച്ചു കിട്ടി, നഷ്ടപ്പെട്ട സന്തോഷവും തിരിച്ചു കിട്ടി. അവന് ഏറ്റവും വലിയ സ്വീകരണമാണ് കിട്ടിയത്. ഇന്ന് രാവിലെ, ഇന്ന് ഉച്ചയ്ക്ക്, ഇന്ന് വൈകിട്ടൊക്കെ ആയിട്ട് മെസ്സേജ് കേൾക്കുമ്പോൾ, നിങ്ങൾ എപ്പോൾ യു ടേൺ എടുക്കാൻ തയ്യാറാകുമോ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ, നിങ്ങൾക്കൊരു വലിയ സ്വീകരണം നൽകി തരാൻ, നഷ്ടപ്പെട്ട സന്തോഷവും നഷ്ടപ്പെട്ട നന്മയും മടക്കി തരാൻ കണക്കു പറയാത്തൊരപ്പൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ചിലരോട് ഇടപെടുകയാണ്. സ്തോത്രം. നോക്ക്, ഇവിടെ ഈ എനിക്കൊരു കാര്യം, നിങ്ങൾ വിവാദമാക്കി എടുക്കരുത്, എനിക്കൊരു കാര്യം പറയാൻ ഉൾപ്രേരണകളുണ്ട്, പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളും ഒക്കെ വരാം, സംഭവിക്കാം. പക്ഷേ ഇതൊന്നും നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തെ അഫക്റ്റ് ചെയ്യത്തില്ല. അവിടാണ് എനിക്ക് ഈ ദൈവത്തിന്റെ, കർത്താവിന്റെ ആ സ്പെഷ്യാലിറ്റി എന്നെ പിടിച്ചു വിളിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ പറയാൻ കഴിയാത്ത തെറ്റുകളാകാം, പറയാൻ പറ്റുന്നതാകാം, ബലഹീനതകളാകാം, ഇതൊക്കെ ഉണ്ടായെന്നിരിക്കാം, മനുഷ്യനല്ലേ. പക്ഷേ ഇത് വന്നതുകൊണ്ട് നിങ്ങളോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് വരുമെന്നോ, ആ ദൈവത്തിന്റെ സ്നേഹത്തെ നിങ്ങളുടെ ലൈഫിൽ വന്ന ഈ കുറവുകൾ നിമിത്തം അഫക്റ്റ് ആകുമെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഒരു ചിന്ത എന്നാന്ന് ചോദിച്ചാൽ, അത് ഈ സാധാരണപ്പെട്ട വിശ്വാസികളുടെ ചിന്തയാ. എല്ലാ ദിവസവും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ, റെഗുലറായി ബൈബിൾ വായിച്ചാൽ ദൈവത്തിന് എന്തോ എന്നോടൊരു വലിയ സ്നേഹം കൂടി വരികയാണെന്നൊരു ചിന്തയുണ്ട്. ഇനി ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ഞാൻ ഇതിനൊന്നും ലൈസൻസ് ഏരിയല്ല കേട്ടോ. ബൈ ചാൻസിൽ ഇന്നത്തെ ദിവസം ബൈബിൾ വായിക്കാൻ പറ്റിയില്ല, അയ്യോ അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം ഇന്ന് പോയി. സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഒരു ദിവസം ബൈബിൾ കൂടുതൽ വായിച്ചാലും, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചാലും, ഇനി കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം സ്ഥിരമാണ്. അതൊരുപോലെ തന്നെ നിൽക്കും. അത് നീ പ്രാർത്ഥനയിൽ കൂടിയത് കൊണ്ടോ ബൈബിൾ വായിച്ചത് കൊണ്ടോ അത് കൂടുകയോ ഇനി ഇതൊന്നും ചെയ്യാഞ്ഞത് കൊണ്ട് ഇത് കുറയുകയോ ചെയ്യത്തില്ല. കാരണം അവന്റെ സ്വഭാവം ഗതിഭേദത്താൽ അവൻ ആച്ഛാദനം വരുന്നില്ലെങ്കിൽ അവന്റെ സ്നേഹം നിന്നോട് എപ്പോഴും ഒരേ തലത്തിലാണ് നിൽക്കുന്നത്. അതാണ് ഈ ഹോശയ പ്രവചനത്തിലൂടെ
ആ ദൈവത്തിന്റെ മഹാസ്നേഹത്തിന്റെ ഒരു ആഴമാണ് വെളിപ്പെടുന്നത്. സ്തോത്രം. ഇനി ഒരു സ്റ്റേറ്റ്മെന്റൂടെ ഞാൻ പറയാം. നമ്മളിപ്പം ഈ ദൈവത്തോട് ഏറ്റവും അടുത്ത് നടക്കുന്ന സമയത്ത്, ബൈബിൾ എപ്പോഴും വായിക്കുന്ന സമയത്ത്, എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഉപവസിക്കുന്ന സമയത്ത് ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു, അത്രമാത്രം തന്നെ നാം പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴോ ബൈബിൾ വായിക്കാതിരിക്കുമ്പോഴോ ഒക്കെയും ദൈവം അപ്പോഴും നമ്മളെ ആ സെയിം മെഷർമെന്റിലാണ് നമ്മെ സ്നേഹിക്കുന്നത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റമില്ല. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിക്കുന്നതിൽ മാറ്റമുണ്ട്. അതാണ് പ്രശ്നം. ദൈവത്തിന്റെ സ്നേഹത്തിനൊരിക്കലും മാറ്റമില്ല. പക്ഷെ ആ സ്നേഹം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ, അനുഭവിക്കുന്നതിൽ മാറ്റമുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടന്നാൽ, പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ, ഉപവാസത്തിൽ ഉറ്റിരുന്നാൽ, നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് കൂടുതലായി ആസ്വദിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയും. അതേസമയം നിങ്ങൾ ഒരു ദിവസം ദൈവത്തോട് ചേർന്നിരുന്നില്ലെങ്കിൽ, തിരുവഴുത്തുമായി ധ്യാനിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് ആ ദിവസം ദൈവത്തിന്റെ സ്നേഹം വേണ്ടതുപോലെ എൻജോയ് ചെയ്യാനോ ആസ്വദിക്കാനോ കഴിഞ്ഞില്ലെന്ന് വരും. ഇത് നാം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ അളവ് പോലെ ആണ്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും ഒരേ അളവിലാണ് നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. പ്രശ്നം ദൈവത്തിന്റെ അല്ല, പ്രശ്നം എന്റേതാണ്. ദൈവം എപ്പോഴും ഒരുപോലെ സ്നേഹിക്കുന്നു. പക്ഷേ അതിന്റെ വ്യത്യസ്ത അളവുകൾ അനുഭവിക്കാൻ കഴിയുന്നത് പ്രശ്നം നമ്മുടേതായത് കൊണ്ടാണ്. സ്തോത്രം. ഞാൻ അതിനൊരു തെളിവ് പറയാം. ഒരു തെളിവ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കിന് വിരാമം കുറിക്കാം. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. മലാഖി 1:2. അവിടെ മലാഖി പ്രവാചകൻ പറയുന്നത്, ദൈവം മലാഖിയിലൂടെ സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആരോടായി പറയുന്നത്? ഇസ്രായേലിനോട് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ മലാഖിയുടെ പുസ്തകത്തിന് ഞാൻ കൊടുത്ത ടൈറ്റില്, ഞാൻ കൊടുത്തല്ല, പുസ്തകത്തിന്റെ ടൈറ്റിൽ എങ്ങനെയാണ്? അവിശ്വസ്തതയുടെ ഹൃദയഭാരം എന്നാണ് ഞാൻ ഈ പുസ്തകത്തെ വിളിക്കുന്നത്. നിങ്ങൾ 1-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? പ്രവാചകം മലാഖി മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്. എന്താണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്? ദ ബർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് ടു ഇസ്രായേൽ ബൈ മലാഖി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവത്തിന്റെ വചനത്തിന്റെ ഭാരം ദൈവം എന്റെ പ്രവാചകനായ മലാഖിലൂടെ അറിയിക്കുകയാണ്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം. ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിൽ വന്ന ഭാരം ദൈവം പ്രവാചകനായ മലാഖിലൂടെ അറിയിക്കുമ്പോൾ 4 അധ്യായങ്ങളിലായി ഞാൻ കണ്ടത് ഇവരുടെ അവിശ്വസ്തതയുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് പ്രവാചകൻ അഴിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ അവർ ആരാധനയിൽ അവിശ്വസ്തരാകുന്നു. 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അവർ ന്യായപ്രമാണത്തിൽ അവിശ്വസ്തരായി. 2-ാം അധ്യായത്തിന്റെ സെക്കൻഡ് പോർഷൻ, ഹാഫ് പോർഷൻ കഴിയുമ്പോൾ അവർ കുടുംബജീവിതത്തിൽ അവിശ്വസ്തരാകുന്നു. 3-ാം അധ്യായത്തിൽ അവർ ദശാംശത്തിലും വഴിപാടിലും അവിശ്വസ്തരാകുന്നു. 4-ാം അധ്യായത്തിൽ അവർ എല്ലാ വിഷയങ്ങളിലും അവിശ്വസ്തരായി. ഇത്രയും അവിശ്വസ്തരായി നിൽക്കുന്ന ഒരു ജനത്തെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. നിങ്ങൾ ആരെങ്കിലും പറയോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു വാക്കിലെങ്കിലും അവിശ്വസ്തത കാണിച്ച ഒരാളോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയും? എന്താണ് ഭയങ്കര ഒരു, അതാ ഞാൻ പറഞ്ഞത്, ദൈവം ഇവരെ സ്നേഹിക്കാൻ പാടില്ലാത്ത ജനമാണ്. കാരണം ദൈവത്തിന്റെ എല്ലാ നന്മയും കൈപ്പറ്റിയിട്ട് ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുന്ന ജനമാണിവർ. അതെല്ലാ മേഖലയിലും, ആരാധനയിലാകട്ടെ,
ന്യായപ്രമാണത്തിലാകട്ടെ, ഫാമിലിയിലാകട്ടെ, ദശാംശത്തിലാകട്ടെ, എല്ലാ മേഖലയിലും അത്രയും ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ച ഇവരോട് 1% പോലും ദൈവം ഇവരെ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്ന് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതാ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞത്, നിങ്ങൾ അവിശ്വസ്തരാണെങ്കിലും ഇനി നിങ്ങൾ അവിശ്വസ്തരല്ലെങ്കിലും ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ ഒരേ അളവിൽ നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നാം അവിശ്വസ്തരായപ്പോഴും അവൻ നമ്മോട് വിശ്വസ്തനായത് കൊണ്ടാണ് ഈ സൂം മീറ്റിംഗിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ 25 കാണാനുള്ള അവസരം ദൈവം നൽകി തന്നത്. സ്തോത്രം. നോക്കുക, അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റമില്ല. ഞാനിതിന്റെ മൂലഭാഷ പരിശോധിച്ചപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഐ ഹാവ് ലവ്ഡ് യു എന്നാണ്. ഐ ഹാവ് ലവ്ഡ് യു എന്നാണ്. അതിന്റെ മൂലഭാഷ ഗ്രീക്ക് ഭാഷയിലേക്ക് ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം ഐ ലവ് യു, ഐ സ്റ്റിൽ ലവ് യു, കണ്ടിന്യൂ ടു ലവ് യു എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും ഞാൻ നിങ്ങളെ തുടർച്ചയായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? നീ വിശ്വസ്തനായ സമയത്ത് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, നീ അവിശ്വസ്തനായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. ഇന്ന് രാത്രി മെസ്സേജ് കേൾക്കുമ്പോൾ അവന്റെ ആ സ്നേഹത്തിന്റെ അഗാധത്വം എത്ര പേരുടെ ഉള്ളിൽ ഒന്ന് ബോധ്യപ്പെടാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നോക്കുക പ്രിയരെ, നമ്മുടെ കർത്താവ് നമ്മെ അത്ര സ്നേഹിക്കുന്ന ദൈവമാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ഈ സ്നേഹം, ദൈവസ്നേഹത്തെ കുറിക്കുന്ന പദമാണ് അഗാപ്പെ. ഗ്രീക്കിൽ സ്നേഹത്തിന് 4 പദങ്ങളുണ്ട്. അഗാപ്പെ, ഫിലോ, സ്തോത്രം, സ്റ്റാർഗെ, ഈറോസ്, ഇങ്ങനെ 4 പദങ്ങളാണുള്ളത്. അതിൽ ദൈവസ്നേഹത്തെ കുറിക്കുന്ന പദമാണ് അഗാപ്പെ. അഗാപ്പെ എന്ന വാക്കിന്റെ അർത്ഥം മറ്റേ ആളിന്റെ എന്ന് പറഞ്ഞാൽ നാം സ്നേഹിക്കുന്ന ആളിന്റെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ് അഗാപ്പെ. മനസ്സിലാവുന്നില്ലേ? ഇപ്പം നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളിന് ആത്യന്തികമായൊരു നന്മ ഉണ്ടാകാൻ വേണ്ടി നാം സമർപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് അഗാപ്പെ എന്ന് പറയുന്നത്. അതാണ് ഒറിജിനൽ ദൈവസ്നേഹം. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, എന്താണ് ദൈവത്തിന്റെ സ്നേഹം? നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചല്ല ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ വരുന്നത്. ഇന്നത്തെ പെർഫോമൻസ് അവന്റെ ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി കുറച്ചേക്കാം. നോ, ഇന്ന് ഇച്ചിരി കൊള്ളായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു, കൂട്ടിയേക്കാം. നോ. പിന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, സ്തോത്രം. ഈയിടെയായിട്ട് ദൈവത്തിന് നമ്മളോട് അല്പം കാര്യം കൂടുതലാണ് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. സ്തോത്രം. എനിക്കേറ്റവും നല്ലത് വരണമെന്ന് വിചാരിച്ച് അത് തരാൻ ദൈവം സന്നദ്ധനായിരിക്കുന്നു എന്നാണ് ദൈവസ്നേഹത്തിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കേറ്റവും നല്ലത് വരണമെന്ന് വിചാരിച്ച് അത് തരാൻ ദൈവം സന്നദ്ധനായിരിക്കുന്നു. അതുകൊണ്ടല്ലേ സ്വന്തം പുത്രനെ അവൻ നമുക്ക് വേണ്ടി വിട്ടു തന്നത്. സ്തോത്രം. നമുക്ക് ഏറ്റവും നല്ലത് വരാൻ വേണ്ടിയാണ് അവന്റെ മടിയിൽ കളിച്ചുകൊണ്ടിരുന്ന, അവന്റെ പ്രമോദവും ഉല്ലാസവും ആനന്ദവുമായ സ്വന്തം പുത്രനെ അവൻ നമുക്ക് വേണ്ടി വിട്ടു തന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് ആ ദൈവസ്നേഹം അനുഭവിക്കാതെ ഇരിക്കരുത്. ഞാന് പ്രസംഗവേദിയിലൊന്നും കരയുന്ന ഒരാളൊന്നുമല്ല. ഞാൻ പ്രസംഗവേദിയിൽ ഇമോഷണൽ ആകാറുമില്ല. പക്ഷെ ഒറ്റയ്ക്കിരുന്ന് വചനം ധ്യാനിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് അടുത്ത വരികൾ വായിക്കാൻ പോലും കഴിയാതെ വരും. എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത തേങ്ങലും നിലവിളിയും ഉണ്ടാകും. എനിക്ക് ആരെ എക്സ്പ്ലെയിൻ ചെയ്ത് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ വചനം നമ്മുടെ ഉള്ളത്തിൽ കൊത്തി വലിക്കും. എനിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ സ്നേഹം എന്നെ എത്ര ആഴമായി പിടിച്ചു എന്നുള്ളത്. ആ ദൈവസ്നേഹം എത്ര
ഒരു 2 വാക്ക് എഴുന്നേറ്റ് നേരെ ചൊവ്വേ പറയാൻ അറിയാവുന്ന ഒരാളായിരുന്നില്ല ഞാൻ. സ്കൂളിൽ പണ്ട് സ്തോത്രം അസംബ്ലി കൂടുമ്പം സ്റ്റേജിൽ നിന്ന് പാട്ട് പാടാൻ വേണ്ടി എന്റെ പേരിട്ടതിന് 3-4 ദിവസം ഞാൻ സ്കൂളിൽ പോകായിരുന്നു പാർട്ടിയാണ്. സ്തോത്രം. എനിക്കറിയില്ല ഒരു വാക്ക് എഴുന്നേറ്റ് പറയാൻ. പക്ഷേ ഇപ്പോൾ ആയിരങ്ങളുടെ നടുവിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് എത്ര മണിക്കൂർ പ്രസംഗിക്കാനും കഴിയുന്നത് കഴിവല്ല, കൃപയാണ് എന്ന് പാട്ടുകാരൻ പറഞ്ഞത് വളരെ അന്വർത്ഥമാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ അറിഞ്ഞില്ല, പക്ഷേ ദൈവസ്നേഹം എന്നെ എവിടെയൊക്കെയോ പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കഴിഞ്ഞ് നിങ്ങൾക്ക് സാക്ഷി പറയാൻ സമയം തന്നാൽ ജീവിതത്തിന്റെ പല മേഖലകൾ, നിങ്ങൾ രോഗിയായി കിടന്നപ്പോഴാകാം, നിങ്ങൾ ഫൈനാൻഷ്യസ് ക്രൈസിസിലൂടെ പോയപ്പോഴാകാം, നിങ്ങളുടെ വീട്ടിൽ ആരോടും പറയാൻ കഴിയാത്ത വിഷയം വന്നപ്പോഴാകാം, ദൈവത്തിന് മാത്രം നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന വിഷയങ്ങളിൽ നിങ്ങൾ അകപ്പെട്ട് കാണാം. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങളെ പിടിച്ച, നിങ്ങളെ തേടിയ, നിങ്ങളെ പൂണ്ടടക്കം പിടിച്ചൊരു ദൈവസ്നേഹമുണ്ട്. ഇന്ന് രാത്രിയിലും ആ സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഇവിടെ ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു മനുഷ്യൻ, സ്തോത്രം, അളവുകോൽ വെച്ച് സ്നേഹിക്കും. അതെ, നിന്റെ ഭാഗമെല്ലാം ക്ലിയർ ആണെങ്കിൽ, മെറിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹിക്കൂ. ഇവിടെ കർത്താവിന്റെ പ്രത്യേകത, നിന്നിൽ മെറിറ്റ്സ് ഉള്ളപ്പോഴും ഡിമെറിറ്റ്സ് ഉള്ളപ്പോഴും എല്ലാം അവന്റെ അളവുകോൽ സെയിം ആണ്. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് തരാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തയ്യാറാണ്. ഞാൻ ആ സ്നേഹത്തിന്റെ അഗാധത്വം വെളിപ്പെടുത്താൻ ഒരാളെ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാം. സ്തോത്രം. ഒറ്റ ഒരാളെ. ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, സ്തോത്രം, അവിടെ കർത്താവ് പത്രോസിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, സ്തോത്രം. അവിടെ ഈ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വിഷയത്തെ കുറിച്ചുള്ള വാർത്ത, സ്തോത്രം, യേശുവിനെ അന്വേഷിച്ചു വന്ന സ്ത്രീകളോട് ദൂതൻ കൈമാറുകയാണ്. സ്തോത്രം. ആ ദൂതൻ കൈമാറുമ്പോൾ പറയുകയാണ്, നിങ്ങൾ പോയി, ഈ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പായ ഗലിയിലേക്ക് പോകുന്നു എന്ന് പറയുവിൻ. ഞാൻ ആ വാക്യം വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. കാരണം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്, ഞാൻ കർത്താവിന് വേണ്ടി മരിക്കുമെന്നും എന്റെ ജീവൻ വെക്കൂ എന്നൊക്കെ പറഞ്ഞു കിടന്ന പാർട്ടിയാണ്. പക്ഷെ ഒരു സ്ത്രീ കത്തിച്ചു വെച്ച ആ തീയുടെ മുമ്പിൽ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞ പത്രോസ്. പക്ഷെ ആ പത്രോസിനേക്കാൾ എത്രയോ ക്വാളിറ്റി ഉള്ള ആളായിരുന്നു യോഹന്നാൻ. ക്രൂശിന്റെ ചുവട്ട് വരെ അവനെ അനുഗമിച്ചു. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം തിരക്കിയത് മാറോട് ചേർന്നിരുന്ന യോഹന്നാനെ അല്ല, ക്രൂശിന്റെ അരികെ വരെ നിന്ന യോഹന്നാനെ അല്ല, പിന്നെ, സ്തോത്രം, തന്നെ അത് തള്ളിപ്പറഞ്ഞിട്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞ ആ പത്രോസിനെ. നിങ്ങൾ അവിടെ നോക്കി, യേശു പറയാണ്, ദൂതൻ പറയാണ് അവന്റെ ശിഷ്യന്മാരോടും. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അതിനകത്ത് പെടുന്ന ആളല്ലേ പത്രോസ്. പക്ഷേ എടുത്തു പറയുകയാണ് ശിഷ്യന്മാരോടും എന്ന് പറഞ്ഞിട്ട്, വിശേഷാൽ പത്രോസിനോടും പറയണം. എന്താ കർത്താവെ ഇങ്ങനെ? കർത്താവ് പറഞ്ഞു, ഞാൻ അവനെ അവസാനമായി കാണുന്നത് കൽത്തളത്തിൽ വെച്ചാണ്. കോഴി കൂവുന്നതിന് മുൻപ് അവനെന്നെ തള്ളി പറയുമ്പോൾ, അവസാനമായി അവനെന്നെ തള്ളി പറയുമ്പോഴാണ് കോഴി കൂവുന്നത്. ഞാൻ അവനെ തിരിഞ്ഞൊന്ന് നോക്കി. എന്താ നോട്ടത്തിന്റെ അർത്ഥം? നീ പറഞ്ഞതാണോ ശരി, ഞാൻ പറഞ്ഞതാണോ ശരി എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. അതിദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് പോകുന്ന പത്രോസാണ് യേശുവിന്റെ കണ്ണിൽ കിടക്കുന്നത്. യേശു 3 ദിവസം മരിച്ചു അടക്കപ്പെട്ട് കല്ലറയിരിക്കുമ്പോഴെല്ലാം യേശുവിന്റെ ഭാരം പത്രോസിനെ കുറിച്ചാ. കാരണം ഫിലിപ്പിന്റെ കൈസരിൽ വെച്ച് അസാധാരണ വാക്തത്വം പ്രാപിച്ചവനാണ്, സഭയുടെ ശില്പിയായി തീരേണ്ടവനാണ്. പക്ഷേ അവന്റെ ഈ തള്ളിപ്പറച്ചിൽ യേശുവിന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആദ്യം അവനെ തിരക്കുക. ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടി പത്രോസിനെ അന്വേഷിക്കുന്ന യേശു. ഇന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെ കർത്താവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ സ്ത്രീകള്, കർത്താവ് പറയാണ്, അല്ല ദൂതൻ പറയാണ്, നിങ്ങൾ വേഗം ചെയ്യുന്ന അവന്റെ ശിഷ്യന്മാരോട് പറ, അവൻ ഗലീലേക്ക് വരും. ഇത്രേ പറഞ്ഞുള്ളായിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരുന്നു? ഈ സ്ത്രീകള് യേശുവിന്റെ ശിഷ്യന്മാരിക്കുന്ന വീട്ടിൽ ചെല്ലുമ്പോ അവൻ പറയും, ഞങ്ങൾ ഇതുപോലെ ഗുഹയിൽ ചെന്നു, കർത്താവിനെ കണ്ടില്ല, പക്ഷെ ദൂതനെ കണ്ടു. ദൂതൻ പറഞ്ഞു അവന്റെ ശിഷ്യന്മാരോട് പോയി പറയണം, എന്ത്? അവൻ ഗലീലേക്ക് വരും. ഉടനെ യാക്കോബും യോഹനാനും ഒക്കെ ബെൽറ്റും തുണിയും ഒക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചെയ്ത് പോകാൻ റെഡി ആകുമ്പം
ആ മൂലയ്ക്ക് കുത്തി പമ്മിയിരിക്കുക പത്രോസ്. യോഹന്നാൻ ചോദിച്ചു, നീ റെഡിയാകുന്നില്ലേ? പറഞ്ഞു, ഞാൻ വരുന്നില്ല. എന്താ കാര്യം? അല്ല, എന്നെ ഇനി ആ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. പരുവക്കേടിലാണ്. ഇനി ഉൾപ്പെടുത്തുമെന്ന് പറയാനുള്ള ധൈര്യം യോഹന്നാനും ഇല്ല. കാരണം എന്നാ ഉറപ്പില്ല പറയുന്നത്. അതുകൊണ്ട് പണി യൂത ഒറ്റിക്കൊടുത്ത അതിനേക്കാൾ വലിയ പണിയാ പത്രോസ് കാണിച്ചു. നോക്കിക്കേ. അപ്പൊ ഒരു കാര്യം, പക്ഷേ സ്ത്രീകൾ വന്ന് പറഞ്ഞ എന്നാന്നറിയാവോ? ദൂതൻ പറഞ്ഞു അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം. സത്യത്തിൽ പീറ്റർ ഞെട്ടിക്കാണോ അത് കേട്ട്? പീറ്റർ, എന്നെ കുറിച്ചോ? അതെ, നിന്നെ കുറിച്ച് തന്നെ. യോഹന്നാനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. യാക്കോബിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നിന്റെ പേര് മാത്രം പറഞ്ഞു. നോക്കിക്കേ, സെക്കൻഡ് ചാൻസ് തരുന്ന കർത്താവ്. IPC-ക്കാരോ ചർച്ചക്കൂടോ ഷാരോനോ പെന്തക്കോസിലെ ഏതെല്ലാം പരീക്ഷന്മാർ നിന്നെ തള്ളിയാലും നിന്റെ പേര് വെട്ടിയാലും നീ ഏതെല്ലാം കുടുംബാവി എന്ന് പറഞ്ഞാലും രക്തം നിനക്ക് വേണ്ടി തന്നവൻ, വില കൊടുത്തവൻ, നിനക്കൊരു സെക്കൻഡ് ചാൻസ് തരാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. നോക്കിക്കേ, ഇതുപോലെ പോയ ഒരുത്തനെ തിരിച്ചു കൊണ്ടുവന്ന് സഭയിലെ അപ്പോസ്തലന്മാരിൽ ഒന്നാമനാക്കി തീർത്തെങ്കിൽ പത്രോസിന്റെ പിന്മാറ്റവും മടങ്ങിവരവിൽ അവൻ കാഴ്ചവെച്ച ആ ശുശ്രൂഷയും എത്ര വലുതായിരുന്നെങ്കിൽ. ഇന്ന് രാത്രിയിൽ ഇതല്ലേ പ്രിയരെ ദൈവസ്നേഹം? ഇന്ന് രാത്രിയിൽ ഇത് പ്രസംഗിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പ്രസംഗിക്കേണ്ടത്? ഇന്ന് രാത്രിയിൽ അത് യോനായുടെ ചരിത്രം നമുക്കറിയാം. ഒരിക്കൽ പിന്മാറ്റത്തിലേക്ക് പോയവനെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ആ പട്ടണത്തിന്റെ മാനസാന്തരത്തിന് ഉപയോഗിച്ചെങ്കിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ദൈവമല്ലേ നമ്മുടെ ദൈവം? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, യൂട്ടേൺ എടുക്കാനുള്ളവരെല്ലാം യൂട്ടേൺ എടുക്കുക, മടങ്ങി വരിക, യഹോവയിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ആരും അറിയാതെ കാത്തു സൂക്ഷിക്കുന്ന എന്തെങ്കിലും ചില പാപങ്ങൾ ഉണ്ടായേക്കാം. ഇനി നിങ്ങൾ അത് അറിഞ്ഞു ചെയ്യുന്ന ചില പാപങ്ങൾ ഉണ്ടായിരിക്കാം, എക്സെട്ര. ഇന്ന് രാത്രി നിങ്ങൾക്ക് മടങ്ങി വരാനുള്ള ഏറ്റവും മനോഹരമായ ദൂതാണ് കൈമാറുന്നത്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ, യൂട്ടേൺ എടുക്കാൻ നിങ്ങൾ അമാന്തിക്കരുത്. നിങ്ങൾക്ക് അതിന് മുമ്പിൽ ഓപ്ഷനുകൾ ഇഷ്ടം പോലെ കിടക്കുന്നു. ദൈവത്തിന് നിങ്ങളെ അതേ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ അപ്പോസ്തലന്മാരിൽ പ്രധാനിയാക്കിയതുപോലെ, വഴി കറങ്ങിപ്പോയൊരു യോനയെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ സ്നേഹത്തിന് അതേ കുറവ് വന്നിട്ടില്ല. ബ്രദർ, സിസ്റ്റർ, അതേ ദൈവദാസനെ, എന്റെ സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ല. നിന്റെ മടങ്ങി വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്പൻ ഇന്ന് രാത്രിയിലുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ വലിയ പോയിന്റുകളൊന്നും പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ മെസ്സേജ് പറയുമ്പോൾ എൻ്റെ ഉള്ളം ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഉള്ളത്തിൽ എന്തോ അസാധാരണ സന്തോഷം നിറയുന്നുണ്ട്. അസാധാരണകരമായ ഒരു സ്നേഹത്താൽ പിടിക്കപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ മെസ്സേജ് കേട്ട് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പൊടിയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവന്റെ സ്നേഹം എത്ര വലുതാണ്. അതേ ഭർത്താവ് നിങ്ങളോട് സ്നേഹം കാണിച്ചതിന് കണക്ക് പറഞ്ഞിട്ടില്ലേ? ഭാര്യ നിങ്ങളോട് കണക്ക് പറഞ്ഞിട്ടില്ലേ? പ്രസവിച്ച അമ്മ മാസത്തിന്റെ കണക്ക് പറഞ്ഞിട്ടില്ലേ? ചെലവിട്ടതിന് അപ്പൻ കണക്ക് പറഞ്ഞിട്ടില്ലേ? ഇന്ന് രാത്രി ഇതാ കണക്ക് പറയാൻ അറിയാൻ മേലാത്തൊരു പിതാവ്, കണക്ക് പറയാൻ അറിയാൻ മേലാത്തൊരു അപ്പൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. തൃശ്ശൂർ പട്ടണത്തിലാകട്ടെ, നിങ്ങളായിരിക്കുന്ന ഏത് മേഖലയിലാകട്ടെ, ഇന്ന് രാത്രിയിൽ നിനക്കൊരു സെക്കൻഡ് ചാൻസ് നൽകി തരാൻ ഈ രാത്രിയിൽ അപ്പൻ തയ്യാറായിരിക്കുന്നു. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ബന്ധിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യണം. നാളത്തെ ഒരു സഭായോഗം വളരെ അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഈ വചനം അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ, അവരുടെ ബുദ്ധിയെ തുറക്കട്ടെ. പരിശുദ്ധാത്മാവ് അവർക്ക് ഇന്ന് രാത്രി ഒരു വലിയ അത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കേട്ട ദൈവജനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ലോകമെമ്പാടും നടക്കുന്ന നാളത്തെ വിശുദ്ധ സഭായങ്ങളോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ എന്നും അനേകം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.